ആദിരോഗാൻ സതതാനുഷക്താൻ അശേഷകായ പ്രസദാനശേഷാൻ മോഹാരതിതഞ്ജഘാന യോ പൂർവവൈദ്യായ നമോസ്തു തസ്മൈ. ഇപ്പോ എല്ലാവരും വിചാരിക്കും ഈ ആയുർവേദത്തിലെ മംഗള ശ്ലോകം എന്തിനു വേണ്ടിയാണ്? ഇഷ്ടദേവതയെ സ്മരിച്ച് ഗ്രന്ഥത്തിന്റെ നിർവിഘ്ന പരിസമാപ്തിക്കായിക്കൊണ്ട് ആണ് ധരിക്കുക. അങ്ങനെ ചില വ്യാഖ്യാതാക്കളും ചില പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എങ്കിലും അതിന്റെ അർത്ഥവ്യാപ്തി ഇന്ന് വളരെയധികം പ്രസക്തമാണ്. ഇന്ന് സാഹചര്യത്തില് എങ്ങനെയാണ് രാഗദ്വേഷങ്ങൾ നിമിത്ത രോഗമുണ്ടാവുക? മനസ്സിലെ ഇച്ഛാസങ്കല്പങ്ങൾക്കനുസൃതമായിട്ടാണ് ശരീരം പ്രവർത്തിക്കുന്നത്. സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാവും. ഒരു വ്യക്തിയുടെ ഇച്ഛാസങ്കല്പങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് അവന്റെ എല്ലാ അവയവങ്ങളും വ്യവസ്ഥകളും മനോബുദ്ധി അഹങ്കാരങ്ങളും പ്രവർത്തിക്കുക. ഒരു ദർശനത്തിൽ ന്യായമുണ്ട്. പാത്രാപേക്ഷിത പ്രജ്ഞ എന്ന് പറയും. ഒരു ശാസ്ത്രങ്ങൾ, ജലം, ഇതൊക്കെ എവിടെ ഇരിക്കുന്നു എന്നതനുസരിച്ചാണ് അതിൻ്റെ പ്രസക്തി. പാത്രത്തെ അപേക്ഷിച്ചിരിക്കും. അപ്പൊ ശാസ്ത്രം നല്ലവരിലുണ്ടായാൽ അത് നന്മ ചെയ്യും. ശസ്ത്രമോ ദുഷ്ടനിലാണെങ്കിൽ ഹിംസ ചെയ്യും. ജലം, ഇപ്പോ ഒരേ ജലം തന്നെ വീട്ടുകളിൽ കക്കൂസിലും മറ്റ് പലയിടത്തും വരുന്നത്, കുടിമേശയിലും വരുന്നതാണ്, ഡൈനിങ് ടേബിളിൽ വരുന്നത് ഒരേ ജലമാണ്. പക്ഷെ നമ്മള് ബാത്റൂമിൽ പോയിട്ട് ഉള്ള ജലം കുടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പാത്രത്തെ അപേക്ഷിച്ച് ആ ഇരിക്കുന്ന സ്ഥലത്തിനെ അപേക്ഷിച്ചിരിക്കുന്നു ഈ ശസ്ത്രത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ഒക്കെ മാഹാത്മ്യം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇരിക്കുന്ന കാര്യങ്ങളാണ്. അത് എവിടെ ഇരിക്കുന്നു, എന്ത് ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്നു, എന്ത് സാഹചര്യത്തിൽ ഇരിക്കുന്നു എന്നനുസരിച്ചാണ്. രാഗാദികൾ, ഔത്സുക്യം, മോഹമരതി മുതലായ ഉണ്ടാക്കുന്ന രാഗാദികൾ, അവ ഏത് വ്യക്തിയിൽ ഇരിക്കുന്നു എന്നനുസരിച്ച് അതിന് മാറ്റങ്ങൾക്ക് വിധേയമാവും. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് ഇപ്പോഴത്തെ പുതിയ സമ്പ്രദായത്തില് അതിനെ തെളിയിക്കാൻ വളരെ വിഷമമാണ്. തികച്ചും വ്യക്തിഗതമായിട്ടുള്ള ഇതിലേ പറ്റൂ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള. അപ്പോ ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരാളെ ചീത്ത പറഞ്ഞാല് അതൊരു ദുഷ്ടനാണെങ്കിൽ ഒരു ദ്വേഷം തോന്നും, വിരോധം തോന്നും, വൈരാഗ്യം തോന്നും, ഒരു പകരം വീട്ടാളൊരു പ്രവണത ഉണ്ടാവും, റിവഞ്ച് മെന്റാലിറ്റി ഉണ്ടാവും. ഒരു സ്വാത്വികനാണെങ്കിലോ അപ്പൊ സാരമില്ല, പിന്നെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് തോന്നും. അപ്പോ ആ വ്യക്തിയുടെ മനോധർമ്മം അനുസരിച്ച് അവരിലുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും, ശാരീരികമായാലും മാനസികമായാലും ദ്വേഷമായാലും ക്രോധമായാലും എന്തായാലും അത് മാറ്റത്തിന് വിധേയമാകും. ഒരേപോലെ കണക്കാക്കാൻ സാധ്യമല്ല, വൈവിധ്യമാർന്ന. അതിനുള്ള കാരണം എന്താണ്? അശേഷകായ പ്രസുതാനശേഷാൻ. അശേഷകായ പ്രസുതാൻ എന്ന് പറഞ്ഞാല് അശേഷത്തിലും കായത്തിലും ഒരേപോലെ വ്യാപിച്ചിരിക്കുന്നത്. അശേഷം എന്നാൽ മനസ്സ്, കായം എന്നാൽ ശരീരം. രണ്ടാമത്തെ അശേഷം എന്താണ്? ഇവിടെ നമ്മൾ ജീവൻ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ശേഷിക്കാതെ നിൽക്കുന്നത്. ശേഷിക്കുന്നത് പാഞ്ചഭൗതികമായിട്ടുള്ള ശരീരവും
ശേഷിക്കാണ്ട് നിൽക്കുന്ന എന്താണ്? മനസ്സിന്റെ ഒരു അംശം, ജീവൻ. അത് വിട്ടുപോകും, അത് ശേഷിക്കില്ല, ദേഹത്തിൽ നിൽക്കില്ല. അത് ദേഹത്തിന് വേർപെട്ട് കഴിഞ്ഞാൽ, വിഘടിച്ചാൽ അത് പിന്നെ വിട്ടുപോകും. ആ വിട്ടുപോയിട്ടുള്ള അശേഷവും പ്രാണനും പ്രജ്ഞനും സ്വന്തം കർമ്മത്തിന്റെ ക്ലേശത്താൽ പുനർജനിക്കപ്പെടും എന്നാണ് ആയുർവേദം അനുശാസിക്കുന്നത്, സ്ഥിരീകരിക്കുന്നത്. അതാണ് വൈവിധ്യമാർന്ന കുട്ടികള് ഓരോ മാതാപിതാക്കൾക്ക് ഉണ്ടാവാനുള്ള കാരണം. ആത്മജം ചിത്തമക്ഷാണി നാനായോനിഷു ജന്മജ എന്ന് പറയും. അതുകൂടാതെ തന്നെ സ്വകർമ്മ ക്ലേശചോദിത സത്വഗർഭ സമ്പദ്ധ്യതേ യുക്തിവശാത് അഗ്നിരുവാരണം. സ്വന്തം കർമ്മത്തിന്റെ ക്ലേശം അനുഭവിക്കുന്ന സത്വം, ആ ക്ലേശത്തിന് വിധേയമായിട്ട് അതിനനുസൃതമായി ആ സത്വം, ജീവൻ പുനർജനിക്കുന്നു എന്നാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ തന്നെ. അപ്പോ ഇവിടെ തന്നെ പുനർജനിക്കുന്നു എന്നാണ് അതിന് മനസ്സിലാക്കുന്നത്. അപ്പൊ വേറെ എവിടെയെങ്കിലും ജനിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പിന്നെ ചോദ്യം. അനേക കോടി ബ്രഹ്മാണ്ടങ്ങളാണ്, കോടാനുകോടി. നമ്മുടെ സൗരയൂഥം പോലെ തന്നെ അനേകം സൗരയൂഥങ്ങൾ ഉണ്ടാവാം, ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ അനന്തമായിട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾക്ക് ശരീരത്തോടു കൂടി എത്താൻ പറ്റില്ലെങ്കിലും ഈ പ്രാണന്റെയും മനസ്സിൻ്റെ ഒരു അംശവും പ്രജ്ഞനും ഉപയോഗിച്ച് നമുക്ക് അവിടെയെല്ലാം സഞ്ചരിക്കാൻ സാധിക്കും എന്നാണ് വ്യക്തമാകുന്നത്, ബോധ്യപ്പെടുന്നത്. ബോധത്തിനും അപ്പുറത്താണ് ഈ സഞ്ചാരങ്ങളെല്ലാം. അത് മനനം ചെയ്താൽ അറിയോ, പ്രയാസമാണ്. ധ്യാനം ചെയ്താൽ ചിലപ്പോ മനസ്സിലായി വരും. നല്ല ധ്യാനം, ഒറിജിനൽ ആയിട്ടുള്ള ശരിക്കുള്ള ധ്യാനം ചെയ്താൽ നമ്മൾക്ക് ആ ധ്യാനത്തിരിക്കുമ്പോൾ ആ സൂക്ഷ്മ കണങ്ങളിൽ കൂടെ നമുക്ക് പ്രവഹിക്കാൻ സാധിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റേ പരകായ പ്രവേശം മുതലായതൊക്കെ സംഭവിക്കുന്നത്. ഈ അശേഷത്തില് നമ്മൾ ഇത്രയും അർത്ഥവ്യാപ്തിയാണ്. അശേഷകായ പ്രസുതാനശേഷാൻ, അത് ഔത്സുക്യമോഹ ആരതിതഞ്ജഘാന യോ അപൂർവ വൈദ്യായ നമോസ്തു തസ്മൈ. വൈദ്യൻ അപൂർവത്വം ആർജിക്കാനാണ് നിർദ്ദേശിക്കുന്ന ആ കാര്യം. അപൂർവത്വം എന്ന് പറഞ്ഞാൽ അപ് ടു ഡേറ്റ്, നിത്യനൂതനാവാൻ വേണ്ടിയാണ് ശാസ്ത്രകാരൻ അനുശാസിക്കുന്നത്. നിത്യനൂതനത്വം കൈവരിക്കുക എന്നാണ്. അങ്ങനെ വരുമ്പോ ഒരു വൈദ്യൻ എല്ലാ നിലയ്ക്കും ആനുകാലിക പ്രസക്തി ആർജിച്ചവനായിരിക്കും, ആനുകാലിക പ്രസക്തി ഉള്ളവനായിരിക്കും, അതിന് വിധേയനാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തില്, ഇപ്പോൾ കേരളത്തില്, പ്രത്യേകിച്ച് ഭാരതത്തിലുള്ള സാഹചര്യം വളരെ ശോചനീയമാണ്. ഒരു 70കളില് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കില് ലോകത്തില് ഏറ്റവും കൂടുതൽ പ്രതിരോധശേഷി ഉണ്ടായിരുന്ന മനുഷ്യർ കേരളത്തിലെ ആൾക്കാരായിരുന്നു. ആ സ്ഥിതി ഇന്ന് മാറി. അതിനെന്താ കാരണം? ഇമ്മ്യൂണിറ്റി കുറയാനുള്ള കാരണം നമ്മൾ അനുവർത്തിച്ചിരുന്ന ദിനചര്യാദികളും ആഹാരവിഹാരാദികളും പാടെ മാറ്റിമറിച്ചു. ആഹാരത്തിൽ ഭയങ്കര മാറ്റം വന്നു, ദിനചര്യയിൽ മാറ്റം വന്നു. ഇപ്പോ മുൻകാലങ്ങളില് ആൾക്കാർ നേരത്തെ കഴിഞ്ഞിട്ട് കുളിക്കുമായിരുന്നു. വീടുകൾ കിണറിന്റെ പക്കത്തോ അപൂർവ ചിലർ കുളിമുറിയിലോ അല്ലെങ്കിൽ സമീപത്തുള്ള അല്ലെങ്കിൽ വീട്ടിലുള്ള കുളത്തിലോ. പുഴയാണെങ്കിൽ നല്ല ശുദ്ധജലമായിരിക്കും, ഇപ്പോഴത്തെ പോലെയല്ല, അതിലോ കുളിക്കുമായിരുന്നു. നീന്തി കുളിച്ച് വ്യായാമം ചെയ്ത് കുളിക്കുമായിരുന്നു. ഇപ്പൊ അത് മാറി, ഭക്ഷണക്രമം മാറി. അടുക്കളയിൽ വെപ്പില്ലാത്ത വീടുകൾ ധാരാളം.
ഒക്കെ പുറമേ നിന്ന് വാങ്ങിക്കൊണ്ട് പാഴ്സൽ കൊണ്ടുവരാം. എന്നുണ്ടാക്കിയത്, ആരുണ്ടാക്കിയത്, എപ്പോൾ ഉണ്ടാക്കിയതെന്നൊരു പിടിയില്ല. ഇവിടുത്തെ പാർസൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്വാളിറ്റി നമ്മൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. വളരെ പുരാതനമായിരിക്കും, ഫ്രഷ് ആയിട്ടുള്ള വളരെ കുറവായിരിക്കും. ചൂടുണ്ടാവും, ചൂടാക്കിയാൽ ചൂടാവുമല്ലോ. പിന്നെ നമ്മളെ ശരീരങ്ങൾ ഈ അറ്റി വന്നതിന് ശേഷം ഒരു രാത്രി പകലും പകൽ രാത്രിയായി മാറും. പലർക്കും രാത്രിയാണ് ജോലി, രാത്രിയാണ് അവരുടെ സ്വൈരവിഹാരവും. പകൽ ഉറങ്ങും. സൂര്യോദയ സമയത്ത് ഉറങ്ങുന്ന രീതി ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. രോഗികൾക്കോ അസാത്മ്യമായിട്ട് ഉറക്കൊഴിക്കുന്നവർക്കോ വൃദ്ധന്മാർക്കോ അത് ബാധകമല്ല. ബാക്കിയുള്ളവർക്കൊക്കെ ഇത് ബാധകമാണ്. നേരത്തെ എഴുന്നേൽക്കുക, early to bed and early to rise maketh a man healthy, wealthy and wise. ഒരു പഴഞ്ചൊല്ലാണ്. അത് എല്ലാവരും അനുശാസിക്കുന്നതാണ്. അതിൻ്റെ അഭാവം, വ്യായാമത്തിന്റെ കുറവ്, പഴകിയ ഭക്ഷണത്തിന്റെ ശീലം, ബ്രോയിലർ ചിക്കൻ, പിഗ്, പന്നിയിറച്ചി, കാട്ടുപന്നിയല്ല, വളർത്തണ പന്നി, ഗിനി പിഗ്, ഇതിന്റെ എല്ലാം ഉപയോഗം കൊണ്ടാണ് നമ്മുടെ പ്രതിരോധശേഷി കുറയുന്നത്. അറിയപ്പെടാത്ത പല രോഗങ്ങളും ദേഹത്തിൽ പിടിപെടലും അതിലുപരിയായിട്ട് ഭയാനകമായിട്ടുള്ള സാംക്രമിക രോഗങ്ങൾ, ഔപസർഗിക രോഗങ്ങൾ, ആഗന്തുജമായിട്ടുള്ള രോഗങ്ങൾ, ഇതെല്ലാം നമ്മളെ ആക്രമിക്കപ്പെടും. ആഗന്തു രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ സാംക്രമിക രോഗങ്ങൾ തന്നെ. അത് വളരെ വേഗം വ്യാപിക്കും, വ്യാപന സ്വഭാവമുള്ളതാണ്. വ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെ തടുക്കാൻ മുൻകാലങ്ങളിലും ഇത്തരം സാംക്രമിക സ്വഭാവമുള്ള രോഗങ്ങളും ഭൂതങ്ങളും വൈറസുകളും ഉണ്ടായിരുന്നു. വൈറസ് എന്നുള്ള പേര് ഇപ്പോ സമീപകാലത്ത് വന്നതാണ്. മുൻകാലത്ത് ഭൂതങ്ങൾ എന്നാ പറയുക. ഭൂതങ്ങൾ മനുഷ്യോപദ്രവകാരികളായിട്ടുള്ള സൂക്ഷ്മങ്ങളായിട്ടുള്ള ഗണവിശേഷങ്ങളെയാണ് ഭൂതങ്ങൾ എന്ന് പറയുക. ദൃഷ്ടിഗോചരമല്ല. അവ വായു കൂടെ വ്യാപിക്കും, നിശ്വാസത്തിൽ കൂടെ വരും. അപ്പൊ ഈ സാംക്രമിക രോഗം ഉണ്ടാവുന്നതിന്റെ കാരണം ഒന്നിവിടെ പറയുന്ന പ്രസക്തമാണെന്ന് തോന്നുന്നു. പ്രസംഗാൽ, ഗാത്രസംസ്പർശാൽ, നിശ്വാസാൽ, സഹഭോജനാൽ, സഹശയ്യാസനശ്ചേപി, വസ്ത്രമാല്യാനുലേപനാൽ, ഔപസർഗിക രോഗശ്ച, നേത്ര അഭിഷ്യന്തമേവച, കുഷ്ഠം ജ്വരശ്ച ശോഷശ്ച, സംക്രമാന്തി നരാൽനകം. ശാരീരികമായിട്ട് ബന്ധപ്പെടുന്നുകൊണ്ട്, ഗാത്രസംസ്പർശം, ദേഹം തൊടുന്നുകൊണ്ട്, ചുംബനങ്ങൾ മുതലായവ, യാതൊരു നിയന്ത്രണമില്ലാതെ. നിശ്വാസാൽ, ഒരാളുടെ പുറത്തേക്ക് വരുന്ന നിശ്വാസം അത് വേറെ ആളുടെ മേൽ തട്ടാൻ പാടില്ല, അത്രയും ഡിസ്റ്റൻസിൽ നിൽക്കണം, സോഷ്യൽ ഡിസ്റ്റൻസിങ് ആണ്. സഹഭോജനാൽ, ഒരേ പാത്രത്തുനിന്നോ അടുത്തടുത്തിരുന്നിട്ടോ ഭക്ഷണം കഴിക്കരുത്, കുറച്ച് ഗ്യാപ്പ് വിടണം, 2 അടിയെങ്കിലും വേണം. ഒരിലയിലത്തെ ഇരിക്കുന്ന ഭക്ഷണം ഇലയിൽ കഴിക്കുകയാണെങ്കിൽ ഇലയിൽ അടുത്ത ആളുടെ ഇല തൊടാൻ പാടില്ല, ഗ്യാപ്പ് വേണം. ഒരു 10 സെന്റിമീറ്റർ ഗ്യാപ്പ് വേണം. ഇല ഒരു 2 അടി നീളം ഉണ്ടാവില്ല. പ്ലേറ്റ് ആണെങ്കിൽ അത്രയും ഏരിയ ഇയാൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണം. ഇപ്പൊ ഒരു നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത്
പ്രശ്നമില്ല. നീളത്തിൽ ഇരുന്നിട്ടാ പ്രശ്നം, പന്തിപ്പായിട്ടിട്ട് അല്ലെങ്കിൽ പലകെട്ടിട്ട്. അപ്പോ ഓപ്പോസിറ്റ് സൈഡിൽ ആളിരിക്കില്ല, നിശ്വാസം വരില്ല, മറ്റ് സ്പർശങ്ങളൊന്നും സംഭവിക്കില്ല. ടേബിളാണെങ്കിൽ തന്നെ ഒരു സൈഡിൽ മാത്രം ഇരിക്കുക, എന്നാലും വിരോധമില്ല. ഒരാൾ ഉപയോഗിച്ച ഉച്ഛിഷ്ടമായത് വേറെ ആൾ ഉപയോഗിക്കാതിരിക്കുക, അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ സാധാരണ ഭക്ഷണം ചോറ് ഒന്നച്ച വിളമ്പി കൊടുക്കുമ്പോൾ, കറി വിളമ്പുമ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കഴിക്കണ ചോറിലേക്കോ ആ ദ്രവ്യത്തിലേക്കോ ഈ തവി മുട്ടരുത്, കയ്യിൽ സ്പൂണ് മുട്ടരുത്. അപ്പൊ പലരും മുട്ടിച്ച് വിളമ്പും. അത് തെറിക്കാതിരിക്കാന്നുള്ള രീതിയിലാണ്, പക്ഷെ അങ്ങനെ തെറിച്ചാലും കുഴപ്പമില്ല, ഉച്ഛിഷ്ടമാകും. അതൊക്കെ സാംക്രമിക രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതകൾ കൂട്ടും. സഹശയ്യ, എല്ലാവരും ഒരുമിച്ച് കിടന്നുറങ്ങുക, ഒരാളിരുന്നോടത്ത് വേറെ ആളിരിക്കുക, അടുത്തടുത്തിരിക്കുക, ഒരാൾ ഉടുത്ത വസ്ത്രം വേറെ ആൾ ഉപയോഗിക്കുക, ഒരാളുടെ മാല വേറെ ആൾക്ക് കൊടുക്കുക, വസ്ത്ര ലേപനങ്ങൾ ഉപയോഗിക്കുക, മാറ്റി മാറ്റി. ഇതൊക്കെ സാംക്രമികമായിട്ട് രോഗമുണ്ടെങ്കിൽ അതിനെ സ്പ്രെഡ് ചെയ്യാൻ, പകരാൻ സാധ്യത കൂട്ടും. പ്രതിരോധശേഷി ഉള്ളവർക്ക് കൂടി അത് രോഗം പരത്തും നടത്തും. അത് പ്രതിരോധശേഷി ഉള്ള ആൾക്കാർക്കാണെങ്കിൽ രോഗത്തിന്റെ ആക്രമണത്തിന് തീവ്രത കുറയും, അത്രേ ഉള്ളൂ. മറ്റവർക്ക് പെട്ടെന്ന് വരും. ഒരു കിഡ്നി രോഗങ്ങളോ മറ്റ് സ്ഥിരം മരുന്ന് കഴിക്കുന്ന രോഗങ്ങളോ പ്രമേഹ രോഗങ്ങളോ ആസ്മ മുതലായ രോഗങ്ങളോ ഉള്ളതൊക്കെ ചെറിയൊരു ചേഞ്ച് വന്നാൽ മതി, അവർക്ക് തൊണ്ട പിടിക്കും, രോഗം വരും, മറ്റ് അവയവങ്ങളെ ബാധിക്കും. അങ്ങനെ അതിനൊക്കെ ഇപ്പൊ മരുന്ന് കഴിക്കേണ്ടി വരുമല്ലോ. മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ചില പാർശ്വഫലങ്ങളെ കൊണ്ട് വിപത്ത് സംഭവിക്കും. അപ്പൊ മുൻകാലങ്ങളില് ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരകന്റെ കാലത്താണ് ഇപ്പൊ ഈ പറഞ്ഞത്. പ്രസംഗാൽ ഗാത്ര സംസ്പർശാൽ നിശ്വാസാൽ സഹഭോജനാൽ സഹശയ്യാസനശ്ചേപി വസ്ത്രമാല്യാനുലേപനാൽ ഔപസർഗിക രോഗശ്ച നേത്രാഭിഷ്യന്തമേവച. നേത്രാഭിഷ്യം എന്ന് പറഞ്ഞാൽ കൺജക്റ്റിവൈറ്റിസ്, നേത്ര കണ്ണു രോഗങ്ങൾ, കുഷ്ഠം, ജ്വരശ്ച ശോഷ, ജ്വരം പകർച്ച ജ്വരമുണ്ട്, പകരുന്നുണ്ട്. ശോഷം, TB, സംക്രമാന്തി നരാൾനരം. അപ്പൊ ജ്വരം പകരുന്നതാണെന്ന് അർത്ഥം. ജ്വരവും മുതലായ രോഗങ്ങളാണ് കുഷ്ഠരോഗം, ജ്വരം, ശോഷം. ഇതിലൊരുവിധ എല്ലാ രോഗങ്ങളും വന്നു. ഒരു ജ്വരകാരിയായിട്ടുള്ള അവസ്ഥാവിശേഷം ഉണ്ടാക്കുക, തൽഫലമായിട്ട് അതിൻ്റെ ശോഷത്തിന്റെ പൂർവ്വരൂപമായിട്ടുള്ള പീനസാദികളും കാസം മുതലായവയും ഈ റെസ്പിറേറ്ററി ട്രാക്റ്റിനുള്ള ഇൻഫെക്ഷനും മുതലായവയും ന്യൂമോണിയ മുതലായവയൊക്കെ സംഭവിക്കും. അതൊക്കെ ഈ ശോഷത്തിൽ വരുന്ന, ശോഷത്തിന്റെ പൂർവ്വരൂപത്തിൽ വരുന്ന. ശോഷം പഠിക്കുമ്പോൾ മനസ്സിലാവും നമ്മളെ ആ ഒരു വ്യാപ്തി. ഇപ്പൊ കാണുന്ന ഈ കൊറോണ രോഗം, കോവിഡ് രോഗം, കൊറോണ വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങൾ, അതിന്റെ ഫലമായിട്ട് ശ്വാസതടസ്സം വരുന്നു. എന്താ കാരണം? Join the meeting. ഇത് തന്നെയാ കാരണം. ഹലോ, കേൾക്കാമല്ലോ? കേൾക്കാം, ഭംഗിയായിട്ട് കേൾക്കാം. അപ്പോ ഇപ്പോഴത്തെ രോഗത്തില് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ജനങ്ങളുടെ ഭയം, അശ്രദ്ധ, മൂന്നാമതായി അതിന്റെ ഔഷധ പ്രയോഗം. യാതൊരു നിയന്ത്രണവും ഇല്ലാതെ അതിനുള്ള ഔഷധങ്ങൾ ഉപയോഗിക്കുന്നു. വെറും പാരസെറ്റമോൾ കൊടുക്കുകയാണെങ്കിൽ വിരോധമില്ല,
കൂടാതെ സ്റ്റിറോയിഡ്സ് കൊടുത്താൽ ബുദ്ധിമുട്ട്. ഇത് അങ്ങനത്തെ ആശുപത്രികളിൽ പോയി വന്ന് ഉള്ള ആൾക്കാർക്ക് ഷുഗർ കുറച്ചുള്ള ആൾക്കാരുടെ ഷൂട്ട് ചെയ്യും. തൽഫലമായിട്ട് അവര് 3 പ്രാവശ്യം ഇൻസുലിനൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അതിന്റെ പരിണാമമായിട്ട് അവർക്ക് മറ്റു പല രോഗങ്ങളും പിടിപെടും. അത് മാറാൻ കുറെ സമയമെടുക്കും, ചിലപ്പോൾ സ്ഥായിയായിട്ട് നിൽക്കുകയും ചെയ്യും. ഇവിടെ അങ്ങനത്തെ രോഗികൾ പോലും കൊല്ലമായിട്ട് ധാരാളം വരുന്നുണ്ട്. കൊറോണ മാറിയിട്ട് അതിന്റെ ഉപദ്രവങ്ങൾ വിടാത്ത രോഗികൾ. ഈ കൊറോണ വന്നു കഴിഞ്ഞാൽ അതിന്റെ സിംറ്റംസ് കണ്ടാല് നേരിട്ട് ആയുർവേദ മരുന്ന് ഉപയോഗിക്കും. വ്യക്തിഗതമായിട്ട് ചെക്ക് ചെയ്യാണ്ട് മരുന്നുകൾ ഉപയോഗിച്ച് 4 ദിവസം കൊണ്ടോ 5 ദിവസം കൊണ്ടോ പൂർവസ്ഥിതി പ്രാപിക്കും. അതിപ്പോ അനുഭവം ഇന്നലെ ഒരു മനുഷ്യൻ ചിട്ടകൾ തെറ്റാൻ ആഹാരവിഹാരങ്ങളും രോഗത്തിന് വേണ്ടതായ മിനിമം ഔഷധങ്ങളും പാർശ്വഫലങ്ങളില്ലാത്ത ഔഷധങ്ങളും ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ശ്വാസകോശത്തിനെ എങ്ങനെയാ ബാധിക്കും, എങ്ങനെയാണ് ചുമ വരുന്നത്, എന്താ ഇതിന് കാരണം, അതൊക്കെ ചിന്തിച്ച് ആ ബന്ധപ്പെട്ട വൈദ്യന്മാർ കോമൺ ആയിട്ടുള്ള നിഗമനം ഇല്ല, പ്രോട്ടോകോൾ വ്യക്തിഗതമായിട്ട് ചികിത്സിക്കുകയാണെങ്കിൽ വളരെ അനുഭവം കിട്ടുമെന്ന് മനസ്സിലാക്കാം. കസ്റ്റമൈസ് അതാണ് ഉള്ളൂ. ഇപ്പൊ ഒരു ചുക്ക മല്ലി മഞ്ഞൾ, ചുക്ക കുരുമുളക് തിപ്പലി തൃകടു അതുർജ അങ്ങനെ അനേകം ഔഷധങ്ങൾ ആയുർവേദത്തിലുണ്ട്. ഈ ചുമ കുറയാനായി ദശമൂല കടുത്തര ഭാഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആടലോടകം എന്ന് പറയും. ഭാഷയെ കുറിച്ച് എന്താ പറയുന്നത്? ഒരു അതിശയോക്തി അല്ല, അത് ഒരു നല്ലൊരു ഇപ്പോൾ പ്രശ്നമാണ്. ഭാഷായ ഭാഷ ജീവിതത്തെ ക്ഷയേ കാത്തേ കിമർത്ഥം അവസീതതി. ഭാഷായ വിദ്യമാന കാലം മുതൽ ആശായാം ജീവിതത്തിൽ ആശയായി. എന്താ കാരണം? രക്തവിത്തെ ക്ഷയേ കാത്തേ, രക്തവിത്തം ക്ഷയം കാത്ത മുതലായ മഹാവ്യാധികൾ ഭാഷ മാത്രം മതിയായിരുന്നു. പിന്നെ തക്രത്തിന്റെ പ്രയോഗം, പിന്നെ തക്രസാധ്യ പ്രഭവന്തി രോഗ യഥാ സുരാണം പ്രധാനം തഥാ നരാണാം ഭവിത്രമാഹു. തക്രമല്ല മോര്, ബട്ടർമിൽക്ക്. ശരിക്കും നിയമപ്രകാരമുള്ള ഉപയോഗിക്കുന്ന ആള് ഒരിക്കലും രോഗിയാവുന്നു, ഒരിക്കലും കഥാചിത്. തക്രം കൊണ്ട് അസാധ്യമായിട്ടുള്ള രോഗങ്ങളും ഒന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. പ്രഭവന്തി രോഗ, തക്രസാധ്യ പ്രഭവന്തി രോഗ. ഈ സുരന്മാർ അമൃത് പോലെയാണ് മനുഷ്യർ. തക്രം നമ്മുടെ അമൃതാണ് മോര്. തക്രപ്രയോഗം ജ്വരത്തിൽ ഉപയോഗിക്കും. നമ്മൾ പനി വരുമ്പോൾ പ്രത്യേകം ഓരോ സ്റ്റേജാണ്. ഈ കൊറോണയ്ക്ക് തന്നെ, ഇപ്പോഴത്തെ സാംക്രമിക രോഗങ്ങൾക്ക് തന്നെ തൊണ്ടയ്ക്ക് വേദനയുണ്ട്, വിശപ്പില്ലായ്മയുണ്ട്, രുചിയില്ലായ്മയുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ചുക്ക്, നല്ല കറിവേപ്പില, മഞ്ഞളിട്ട് ഇരട്ടി വെള്ളവും കൊണ്ട് തിളപ്പിക്കും. എന്നിട്ട് അതിൽ വല്ല കുമ്പളങ്ങ വല്ലതും മുറിച്ചിട്ടിട്ട് നാളെ നനയ്ക്കാം, ചൂടോടുകൂടി ചോറ് ചേർത്ത് വരും. അത് പറഞ്ഞു പാർപ്പിടം എന്ന് പറഞ്ഞ ഒരു ഹിന്ദുദേശക്കാരൻ. അവിടെ ഒന്നുകൂടി പറയോ അത് ഡോക്ടർ ജി? ഒന്നുകൂടി പറയോ ആ കൂട്ട്? ഒന്നും കൂടി പറയോ ആ കൂട്ട്? ചുക്ക്, കറിവേപ്പില, മഞ്ഞള്, നല്ല മോര്, തൈരല്ല മോര്, വെണ്ണെടുത്ത മോര്. അത് ഒരു 5 ഗ്രാം മതി. മോരാണെങ്കിൽ ഒരു ഗ്ലാസ്, ഒരു നാഴി, 2 നാഴി വെള്ളവും ചേർത്ത് തിളപ്പിക്കുക.
തിളച്ചതിന് ശേഷം അതിൽ വല്ല കുമ്പളങ്ങയോ ഇളവൻ അതല്ലെങ്കിൽ വല്ല ഈ ചുരക്കയോ കയ്പയ്ക്കയോ എന്തെങ്കിലും പച്ചക്കറികൾ പോലെ ഇടാം. അപ്പോ വാഗ്ഭടാചാര്യര് അഷ്ടാംഗത്തിൽ എഴുതിയിട്ടുണ്ട് വെറുതെ വെച്ചത് അനമ്രത പ്രസിദ്ധാനി രുച്യാനി വ്യഞ്ജനാനി ച അക്ഷാന്യനല സമ്പന്നാനി അനുപാനാനി യോജയിൽ. നല്ല ചൂടോടുകൂടി ഇതില് ഉപ്പൊക്കെ ചേർത്ത്, ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ഇന്ദുപ്പോ ചേർക്കാം, റോക്ക് സോൾട്ട് ചേർക്കാം, എല്ലാം കൂടി മിക്സ് ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് വറവൊക്കെ ഇട്ട് രുചികരമായിട്ട് സ്വാദിഷ്ടോടുകൂടി ആവി പറക്കുന്ന രീതിയിലുള്ള ചോറും ഈ മോരും ഭക്ഷണം കഴിക്കാൻ നമ്മളെ അനല സമ്പന്നാനി അനുപാനാനി ചൂടോടുകൂടി കഴിക്കാം. അങ്ങനെ അനവധി ഭോജ്യങ്ങൾ പ്രയോഗം. അതിൽ ഒന്ന് മാത്രമാണ് ഇപ്പൊ ഇത്. ഇത് ഒരു ഹിന്ദുദേശത്തുണ്ടായിട്ടുള്ള പുസ്തകത്തിൽ പറയുന്നത്, അഷ്ടാംഗർ. കേരളത്തിലെ പുസ്തകമല്ല. ചക്രത്തിന്റെ പ്രയോഗം ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യം. ഇപ്പോ ഇപ്പൊക്കെയുള്ള സമയത്തായാലും രോഗം വന്നു കഴിഞ്ഞാല് പണ്ട് കാലത്ത് ഇവിടെയൊക്കെ കരിങ്കാളൻ എന്നൊരു സാധനം കൊടുക്കും. കരിങ്കാളൻ, ചേനയും കൂട്ടാം, കുരുമുളക്, മോര്, ചേന വേവിച്ച് കുരുമുളക് അരച്ച് അതിൽ ഒന്ന് ഉരസും. എന്നിട്ട് ആ ചേന വേവിക്കാൻ മോര്, കുരുമുളക്, ചേന, കുരുമുളക് അരച്ച് കലക്കുക, ചേനയും വേവിക്കുക. അത് വേവിക്കുന്നത് ചക്രത്തിൽ വേവിക്കുക, മോരും വെള്ളവും കൂട്ടിയിട്ടേ കുരുമുളക് അരച്ച് കലക്കുക. കുരുമുളക് കൂട്ടുക, ചേനയും കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ട് നല്ല വെന്തതിന് ശേഷം അരച്ച് കലക്കുക. എന്നിട്ട് അതിൽ ഉപ്പൊക്കെ ഇട്ട് വറവ് ഉപയോഗിക്കുക. അതിന് കരിങ്കാളൻ എന്ന് പറയും. പല ഭാഗത്തും പല രീതിയിൽ പേര് പറയാൻ. കരിങ്കാളൻ ഒരു ഈ കലത്തിൽ ഉണ്ടാക്കുന്നതിന് പ്രത്യേകതയുണ്ടോ? കലത്തിലാകുമ്പോൾ മറ്റു റിയാക്ഷൻ ഒന്നുമില്ല. കലത്തിലാകുമ്പോൾ ഉരಸಿ ചേർക്കാൻ കലച്ചട്ടിയാ നല്ലത്. കൽച്ചട്ടി, മൺചട്ടി അല്ല. കലത്തിനേക്കാൾ ബലം കിട്ടുക ഈ കാളൻ ഉണ്ടാക്കാൻ നല്ല കലച്ചട്ടിയാണ്. കാളൻ ഈ മോരുള്ളതല്ലേ. അപ്പൊ കലത്തിലാകുമ്പോൾ അമ്ലത്വം കൊണ്ട് ചിലപ്പോ കലം അതിന്റെ മണ്ണിന്റെ ഭാഗം ക്ഷയിച്ചു പോകും, പൊട്ടിപ്പോകും. കലച്ചട്ടി ആകുമ്പോ കരിങ്കാളൻ കൂട്ടി നല്ല ചൂടുള്ള ചെറിയരി ചോറ് കഴിച്ചാൽ ഒരൊറ്റ ദിവസം കൊണ്ട് തൊണ്ടവേദന, ഒരൊറ്റ ദിവസം, ഒറ്റ പ്രാവശ്യം. എന്തരിയാണ് ഡോക്ടർ ജി ഉദ്ദേശിക്കുക? അരി മതി. എന്തരിയാ? പച്ചരിയൊക്കെ നല്ല പുഴുങ്ങലരിയാണ്. പൊടിയരിയോ അല്ലെങ്കിൽ ബ്രോക്കൺ വീറ്റ് ആയാലും കുഴപ്പമില്ല. അങ്ങനെ കഴിച്ചാല് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ആ തൊണ്ടവേദന, ചുമ, ഈ റെസ്പിറേറ്ററി ട്രാക്റ്റിന്റെ അപ്പർ ഇൻഫെക്ഷൻ ഒക്കെ പോകും. അപ്പൊ അതുകൊണ്ട് ഈ ഭക്ഷണപ്രയോഗം എന്തുകൊണ്ട് പരീക്ഷിച്ചുകൂടാ? കാരണം നമുക്ക് അതിലൊന്നും അത്ര വലിയ അറിവില്ലായ്മയാണ് ഇപ്പൊ കാണിക്കുന്നത്. അപ്പോഴേക്ക് ഓടി ആന്റിബയോട്ടിക് കഴിച്ചു, ഇമ്മ്യൂണിറ്റി കുറച്ച്, സിറപ്പ് കഴിച്ചു, എന്തോള്ള വല്ല സാധനം കുടിച്ചു, ഇത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പ്രതിരോധശേഷി കുറച്ച്, കുളിക്കൂല. ജ്വരം ഇല്ലെങ്കിൽ കുളിക്കാം, ഒന്ന് ചൂടുവെള്ളം കൊണ്ട് ഉപ്പിട്ട് ഗാർഗിൾ ചെയ്താൽ മതി. ചൂടുവെള്ളത്ത് ഉപ്പിട്ട് അത് ചെയ്യില്ല. അത് ചെയ്യാണ്ട് മറ്റു ഔഷധങ്ങൾ സേവിച്ച് ഇതാവും. അപ്പൊ ഔഷധങ്ങൾ ഇങ്ങനത്തെ കാര്യത്തിൽ സേവിക്കുന്ന എന്താ? പങ്കം പാംസുഷു വൃഷ്ടിവത്. നല്ല ഉപമേ. പങ്കം എന്ന് പറഞ്ഞെങ്കിൽ ചളി, പാംസുഷു വൃഷ്ടിവത് പങ്കം എന്നാണ്. ഒരു പൊടിയില് മഴ പെയ്താൽ ചളിയായി മാറും എന്ന പോലെയാണ് ഈ
ജ്വരത്തിന്റെ ഇങ്ങനത്തെ അവസ്ഥയിൽ ഔഷധങ്ങൾ ഉപയോഗിച്ചാൽ അങ്ങനെ ഔഷധങ്ങൾ സ്ഥാനത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഒരു ആയുർവേദമായാലും ഏതായാലും അത് ദോഷം ചെയ്യും, ഗുണം ഒരിക്കലും ചെയ്യും. അത് വൃഷ്ടി അലങ്കാര ഒരു പഠനീയമായിട്ടൊരു ഗ്രന്ഥമാണ്. എല്ലാവരും പഠിക്കുന്ന സാധാരണഗതിയിൽ ഒരു വിദ്യാഭ്യാസം നമുക്ക് എന്ത് രീതിയിൽ കിട്ടാനുപരിയായി നമ്മുടെ ജീവിത രീതി, ഭക്ഷണക്രമങ്ങൾ തലമുറകളായിട്ട് കൊണ്ടുപോകുക. രോഗമില്ല അതിന് താങ്കളുടെ കൂടിയ ജീവിതം. അതാണ് ആദ്യം തന്നെ ഇവിടെ ലോർഡ് മെക്കാളിന്റെ സമയം. മുൻകാലം ഇതുകൂടാതെ വിഷവൈദ്യം പഠിക്കുമായിരുന്നു. അത് പ്രത്യേക ചൊല്ലുണ്ട്, പല വിദ്യ പഠിക്കുമ്പോൾ വിഷവിദ്യ പഠിക്കുമ്പോൾ വിഷമിച്ച് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചൊല്ലുണ്ട്. അപ്പാണ് പഠിക്കാൻ വിഷമിച്ച് പഠിക്കും. അതുപോലെ വൈദ്യം പഠിക്കുന്നത് നന്നായിട്ട് അനുസരിക്കണം. അങ്ങനെ പോയാൽ ചിലവര് മ്യൂട്ട് ചെയ്യൂ, ഡിസ്റ്റർബൻസ് വരുന്നു. ചിലവരെ മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. അങ്ങനെ പലതരം രോഗങ്ങളും വരാതിരിക്കാനായിട്ട് നമുക്ക് ആഹാരവിഹാരങ്ങളില് ഭക്ഷണക്രമത്തില് ഒക്കെ മാറ്റങ്ങൾ വരുത്താൻ അറിവ് വേണം, നല്ല വിദ്യാഭ്യാസം. മുൻകാലങ്ങളിൽ അത്തരം വിദ്യാഭ്യാസം എല്ലാവർക്കും സാർവത്രികമായിട്ട് കൊടുത്തിരുന്നു. പിന്നെ വിദ്യാഭ്യാസം ലഭിക്കാത്തവർ ഈ വിദ്യാഭ്യാസം ലഭിച്ച ആൾക്കാർ പറയുന്നത് അനുസരിക്കുമായിരുന്നു. ഇപ്പൊ വിദ്യാഭ്യാസം കിട്ടിയ അഹങ്കാരം കൂടി. ഒരു MDO ഒരു എന്തെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷനോ കിട്ടിക്കഴിഞ്ഞാൽ, PhD കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സർവജ്ഞപീഠം കയറിയാണ്. അവര് പറഞ്ഞ മാത്രമേ ശരിയുള്ളൂ, അവരുടെ ചിന്ത മാത്രമേ ശരിയുള്ളൂ എന്നുള്ള രീതിയിലാണ്. അത് വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോ കണ്ടുവരുന്ന. അപ്രകാരം അറിവില്ല എന്നുള്ള അറിവ് ആണ് ഏറ്റവും വലിയ അറിവ് എന്നുള്ള മറക്കുകയാണ്. അറിവില്ലായ്മയുടെ അറിവാണ് ഏറ്റവും വലിയ അറിവ്. അത് നമ്മൾ വിസ്മരിച്ചുകൂടാ. അതാണ് വാഗ്ബലം പറഞ്ഞിരിക്കുന്നത് അടുത്ത വരിയില്. ജ്ഞാനാംശേന നഹി ജ്ഞാനം കൃഷ്ണേ ജ്ഞേയ പ്രവർത്തതേ ബുഭുത്സേത ഭിഷക്തസ്മാൻ തത്വം തന്ത്രാനുശീലന. ജ്ഞാനത്തിന്റെ അംശം കൊണ്ട് ഒരിക്കലും അറിവാകുന്നില്ല. കൃഷ്ണേ ജ്ഞേയ പ്രവർത്തതേ, അറിയാൻ വേണ്ടി പ്രവർത്തിക്കൂ. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി ബുദ്ധി ഉപയോഗിച്ച് എല്ലാ ശാസ്ത്രങ്ങളും വായിച്ച് മനസ്സിലാക്കി അപ്രകാരം പ്രവർത്തിക്കുക. ഉപുത്സേത ഭിഷക്തസ്മാൽ തത്വം തന്ത്രാനുശീലന. മറ്റു തന്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ള തത്വങ്ങളെ നമ്മൾ ഉൾക്കൊണ്ട് അപ്രകാരം ചെയ്യൂ. ഉപദേശം ഇപ്പോ ഒരു അങ്ങനത്തെ ഉപദേശമൊന്നുമില്ല. വെറുതെ എന്തോ ഒരു നമ്മളെ ദിനചര്യയെക്കുറിച്ചോ ജീവിത രീതിയെക്കുറിച്ചോ ഒന്നും ഇപ്പൊ പാഠ്യവിഷയങ്ങളല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തരം സാംക്രമിക രോഗങ്ങൾ വരുമ്പോൾ വിരളി പിടിച്ചു പോകും, ഭയന്നു പോകും. ഭയം തന്നെ ആകുന്ന രോഗമാണ്, സാംക്രമിക്കുന്ന രോഗമാണ്. അപ്പൊ ഭയം ലേശമില്ലാതെ ധീരമായിട്ട് ഈ പ്രതിസന്ധിയെ നേരിടാനുള്ള ശേഷി കുറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. നമുക്കിപ്പോ വേണ്ടത് എന്താ വെച്ചാൽ ലോകത്ത് മൊത്തം പ്രതിരോധശേഷി കൂട്ടുക, ഇമ്മ്യൂണിറ്റി കൂട്ടുക. അതിനുള്ള വാക്സിൻ എന്താ വെച്ചാൽ അത് ചെയ്യുക. എല്ലാ സാംക്രമിക രോഗങ്ങളും വന്നാലും നമ്മളെ സ്പർശിക്കാതിരിക്കാൻ തക്ക രീതിയിൽ നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക. അതിനുള്ള ചര്യകളാണ് ഈ അഷ്ടാംഗത്തില് 1, 2, 3, 4 അധ്യായങ്ങളിൽ പറയുന്നത്. 1-ാം അധ്യായം അതിന്റെ തിയറി,
രണ്ടാം ആചരണങ്ങൾ, ദിനചര്യ. മൂന്നാം ഋതുക്കൾക്ക് അനുസരിച്ചുള്ള ജീവിത രീതി. നാലാം ഇതൊക്കെ ചെയ്താലും രോഗം വന്നാൽ രോഗാനുൽപാദനീയം. പിന്നെ കുറച്ച് ദ്രാവകങ്ങളെ കുറിച്ചും ഭക്ഷണത്തിനെ കുറിച്ചും ഉറക്കത്തിനെ കുറിച്ചും അതിന്റെ മാത്രയെ കുറിച്ചൊക്കെ ഉള്ള 8 അധ്യായങ്ങൾ. അതൊക്കെ പൊതുവായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഒരു പ്രൈമറി സെക്കൻഡറി വിദ്യാഭ്യാസത്തില് ഈ അഷ്ടാംഗ ഹൃദയത്തിന്റെ ഒരു 8 സൂത്രസ്ഥാനത്തിലെ 8 അധ്യായമെങ്കിലും, 120 അധ്യായം മൊത്തം, 8 അധ്യായമെങ്കിലും പഠിച്ചിരുന്നു എങ്കിൽ, പഠിച്ചാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കിയിരുന്നു എങ്കിൽ ഇത്തരം പാർശ്വവ്യാധികളൊന്നും നമ്മളെ സ്പർശിക്കില്ല എന്നത് ഉറപ്പാണ്. അതിന് തെളിവാണ് ഞങ്ങളുടെ ഗുരുനാഥന്മാരൊക്കെ. ഒരു ശങ്കയും വേണ്ട. നമ്മൾ പണ്ട് കാലത്തും ഈ പാർശ്വവ്യാധികൾ നോക്കിയിരുന്ന ആൾക്കാരാണ്. അന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. രോഗികളെ സ്പർശിക്കൽ വളരെ കുറവാണ്. ഞങ്ങളുടെ ഗുരുനാഥന്മാരെ സ്പർശിക്കാത്തവരാണ്. ഇനി അപൂർവം ദർശനം കൊണ്ട് മനസ്സിലായില്ലെങ്കിൽ മാത്രമേ സ്പർശിക്കൂ. സ്പർശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രോട്ടോകോൾ ഉണ്ട്. കൈയും കാലും മുഖം കഴുകണം, അല്ലെങ്കിൽ കുളിക്കണം. പിന്നെ അടച്ചിരുന്ന റൂമില് രോഗികളെ പരിശോധിക്കുമായിരുന്നില്ല. ഇപ്പോ പണ്ടൊക്കെ പൂമുഖത്തിരുന്നിട്ടാണ്. അങ്ങനെ ഓപ്പൺ സ്പേസ്, വിശാലമായ സ്ഥലം, ജനലും വാലും നടക്കില്ല. ആ സ്ഥലത്ത് നിന്ന് രോഗികളെ നോക്കുക. കൺസൾട്ടിങ് റൂമുണ്ട്. ആ സ്ഥലത്ത് ഒരു വിശാലമായ സ്ഥലമായിരുന്നു. അഥവാ സാംക്രമിക രോഗികൾ വന്നാൽ തന്നെ നമ്മളെ സ്പർശിക്കില്ല. പിന്നെ രഹസ്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ വേറെ ഈ രോഗിയെ ഒറ്റയ്ക്ക് വിളിച്ച് അതിൻ്റെ അടുത്ത് തന്നെ അടപ്പുള്ള ഡോറുള്ള റൂമുകളുണ്ടാവും. അവിടെ വെച്ചിട്ട് അവർക്ക് രഹസ്യമായിട്ടുള്ള വല്ലതും പറയാനുണ്ടെങ്കിൽ, മറ്റൊരു കേൾക്കാത്ത കാര്യങ്ങളായിട്ടുള്ള ശ്രേവണീയമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അവർക്ക് പറയാവുന്നതാണ്. അതിനും പ്രോട്ടോകോൾ ഉണ്ട്. വിട്ടുനിന്ന് പറയണം. അങ്ങനെയാണ്. അത് വളരെ വിരളമായിട്ടാണ് പതിവുള്ളൂ. എങ്കിലും അതിനുള്ള സൗകര്യം ഒന്നും ഉണ്ടായിരുന്നു. പിന്നെ നാഡി നോക്കല്. അത് നമുക്ക് സംശയം വന്നാൽ മാത്രം നാഡി നോക്കും. അഷ്ടസ്ഥാന പരീക്ഷ എന്ന് പറയും. നാഡി, മൂത്രം, മലം, ജിഹ്വ, ശബ്ദം, സ്പർശം, ദൃക്, ആകൃതി, 8 സ്ഥാനങ്ങൾ പരിശോധിക്കും രോഗം വന്ന ആൾക്കാരെ. തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ കൈ വൃത്തിയായി കഴുകി എന്തെങ്കിലും അണുനാശിനികളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ ഉപയോഗിച്ച് കൈ കഴുകും. ഇന്നത്തെ കാലത്ത് ഇപ്പോ വളരെ വിരളമാണ്. അങ്ങനത്തെ അവസ്ഥാവിശേഷവും ഇല്ല. അപ്പോ ഡോക്ടർമാർക്ക് കൂടുതൽ രോഗികളായി, ഡോക്ടർമാർക്ക് സാംക്രമിക രോഗങ്ങൾ കൂടും. വളരെ ഒരു പ്രത്യേക അവസ്ഥയാണ് ഇപ്പൊ ഇവിടെയൊക്കെ. ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചു പോകുന്ന ഈ വൈദ്യ സമ്പ്രദായത്തിലുള്ളവരാണ്. ഈ രോഗികളെ പരിചരിക്കുന്നവർക്കാണ് അപകടം സംഭവിക്കുന്നത്. നഴ്സുമാർക്കും ഡോക്ടർമാർക്കും മറ്റ് സ്റ്റാഫുകൾക്കൊക്കെ. അപ്പൊ അവരുടെ ആ ശേഷി കുറവാണ്, പ്രതിരോധശേഷി കുറവാണ്. അതിന് കാരണം തെറ്റായ ആഹാരവിഹാരങ്ങൾ തന്നെയാണ് എന്നാണ് ആയുർവേദം അനുശാസിക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ ഉറക്കം, നിദ്ര. ഉറങ്ങേണ്ട എപ്പോഴാണ്? നേരത്തെ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു, ഏർലി ടു ബെഡ്. നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക. ഈ സ്വഭാവം ഇല്ല. ഉറക്കം വന്നാത്തിന് ഉറക്കമൊഴിച്ച് പഠിക്കുക, ഉറക്കമൊഴിച്ച് പ്രവർത്തിക്കുക, കളിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഇപ്പൊ ഒരു സർവ്വയിടത്തും കാണുന്ന രീതിയാണ്. കേരളത്തിൽ മൊത്തം രാത്രി കാലങ്ങളിൽ മാത്രം തുറക്കുന്ന ഹോട്ടലുകളുണ്ട്. 12 മണി, 1 മണി, 2 മണി വരെ തുറന്നിരിക്കുന്ന ഹോട്ടലുകളുണ്ട്. രാത്രി മാത്രം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട്, പകൽ കഴിക്കാത്തവരുണ്ട്. പകൽ ഉറങ്ങുക, രാത്രി ഭക്ഷണം കഴിച്ച് അതിഥി നടക്കുക, അങ്ങനത്തെ വരുന്നുണ്ട്.
ഈ മലേഷ്യൻ ഭാഗത്തൊക്കെ അങ്ങനത്തെ ആൾക്കാരെ ജാസ്തി, തടിയന്മാർ. ഇവിടെ കുറവാണ്, മറ്റു സ്ഥലങ്ങളിലേക്ക് അറിയില്ല. രാത്രി പകലും, പകൽ രാത്രിയാണ്. അങ്ങനത്തെ രീതി, ജീവിത രീതി തെറ്റാണെന്ന് ആദ്യം ബോധ്യപ്പെടണം. ബോധ്യപ്പെട്ടാൽ മാത്രം പോരാ, അതിനെ തിരുത്തണം. എന്നാൽ മാത്രമേ ഈ രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ കേരളത്തിൽ സ്ഥിതി എങ്ങനെ വെച്ചാല്, ഇപ്പോ രോഗത്തിന്റെ വ്യാപനം കൂടി വരിക വായു കൂടെ. പ്രതിരോധശേഷി ഉള്ളവർക്കും കുറേശ്ശെ വരുന്നുണ്ട്, പക്ഷെ പെട്ടെന്ന് ഔഷധങ്ങളെ കൊണ്ട് മാറുന്നുണ്ട്. മുൻകാലങ്ങളിലൊക്കെ ഈ ഇൻഫ്ലുവൻസറുടെ കാലത്ത്, ഈ കർക്കിടക മാസത്തിലൊക്കെ, മഴക്കാലത്തൊക്കെ മിക്ക വീടുകളിലും 1, 2, 3 പേർക്കോ അല്ലെങ്കിൽ എല്ലാവർക്കോ ജ്വരം വരുമായിരുന്നു. 4, 5 ദിവസം കൊണ്ട് മാറും. അമിതമായിട്ട് മറ്റു രോഗങ്ങളുള്ള ആൾക്കാർക്ക് ഒരു 10 ദിവസം എടുക്കും അത് മാറിപ്പോവാൻ. അത്ര പോലും ഇപ്പോഴത്തെ ഈ ഇതിനുള്ള ബുദ്ധിമുട്ട് കാണാനില്ല. നേരിട്ട് ഈ ലങ്സിനെ ബാധിച്ച് വാതകപജ്വരമായിട്ട് ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. അതിന് അനവധി ഉപായങ്ങളുണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ, പക്ഷെ ആരും അത് പറഞ്ഞു കൊടുക്കുന്നില്ല, ചെയ്യുന്നില്ല, ചെയ്യാൻ സമ്മതിക്കുന്നില്ല. കോവിഡ് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെങ്കിൽ നേരെ പിടിച്ചുകൊണ്ടു ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടിടും, ഐസൊലേറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ എന്താ ഉണ്ടാവുന്ന ആർക്കും അറിയും. ഒരു ബന്ധുവില്ല പിന്നെ അവരായിട്ട്. പിന്നെ ഡെഡ് ബോഡി ആയി എന്ന് പറയും ചിലപ്പോൾ. അതാണ് ഇവിടെ കണ്ടുവരുന്നൊരു അവസ്ഥാവിശേഷം. അതുകൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്തു, ഈ ഇങ്ങനത്തെ ചെറിയ വല്ല ജ്വരങ്ങളോ വല്ലതും വന്നാല് ആരോടും പറയാണ്ട് വീട്ടിൽ ഒതുങ്ങിയിരിക്കും, മാറിയിട്ടേ പുറത്തിറങ്ങുള്ളൂ. അവർക്കങ്ങനെ ചെയ്യേണ്ടി വരികയാണ്. അതിനുള്ള നാടൻ മരുന്നുകൾ അവർ അഭയം പ്രാപിക്കും, നാട്ടുപ്രയോഗങ്ങൾ ഉപയോഗിക്കും. ഇപ്പൊ ടൗണുകളിലൊക്കെ ആണെങ്കിൽ അത് നിർത്തിയില്ല. ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ 5, 8, 10 നിലകളിലോട്ട് താമസിക്കാൻ, ഒരു ഫ്ലാറ്റില് ഒരു ബുദ്ധിമുട്ട് വന്നാൽ മറ്റടുത്ത ചില ആൾക്കാർ ചിലപ്പോൾ അറിഞ്ഞോളണം എന്നില്ല, ചിലവർ അറിയും. അങ്ങനെ എങ്ങനെയും അറിഞ്ഞു കഴിഞ്ഞാൽ അവര് ഇൻഫോം ചെയ്യും ഹെൽത്തില്. അങ്ങനെ അവര് ഒന്ന് നിർബന്ധമായിട്ട് പിടിച്ചുകൊണ്ടുപോകും. അങ്ങനത്തെ അവസ്ഥയുണ്ട്. അങ്ങനെ ഒന്നപ്പെട്ടു. എന്തു തന്നെയായാലും അങ്ങനത്തെ അവസ്ഥാവിശേഷം വരാതെ നോക്കാനാണ് നമ്മൾ ദിനചര്യയൊക്കെ അനുസരിക്കുന്നത്. ദിനചര്യ നമ്മൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട്. കാലാവസ്ഥജന്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുമ്പോൾ, നമ്മളിപ്പോ ഒരു ചൂട് കാലത്ത് നിന്ന് മഴക്കാലത്തേക്ക് വരുമ്പോൾ, ഇപ്പോ ഗ്രീഷ്മത്തിന് വർഷത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാവുന്ന മാറ്റം, അതിനെ അതിജീവിക്കാനുള്ള ഋതുസന്ധി എന്ന് പറയും. 2 ഋതുക്കളുടെ ഇടയിലുള്ള ഒരു 15 ദിവസം നമ്മൾ ചൂട് കാലത്തിന്റെയും മഴക്കാലത്തിന്റെയും ആയിട്ടുള്ള ചര്യകള് സംയോജിപ്പിച്ചു കൊടുക്കും. അപ്പൊ ഋതുചര്യ പഠിക്കും. ഉഷ്ണകാലത്ത് അത്യുഷ്ണം 40ന്റെ മുകളിലുള്ള സമയം, 40 to 50, 50, 52 വരെയൊക്കെ വരുന്നുണ്ട് ഇവിടേക്ക്. ഇവിടെ അല്ല, ഇന്ത്യയിൽ, ഉത്തര ഭാരതത്തിൽ അങ്ങനത്തെ അവസ്ഥ. അത് കഴിഞ്ഞ പിന്നെ മഴയാണ്. ആ സമയത്തുണ്ടാവുന്ന രോഗങ്ങളുടെ വ്യാപ്തി, നമ്മുടെ ശരീരത്തിന്റെ ശോഷണം, ബലക്ഷയം, ദേഹബലം കുറഞ്ഞാൽ രോഗങ്ങൾ വരും. അപ്പൊ ദേഹബലം എങ്ങനെ കുറയാണ്ട് കാത്തുരക്ഷിക്കാം എന്നുള്ളതാണ് ചര്യകൾ, ഋതുക്കളിൽ ഉള്ള ചര്യകൾ. അതാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. ഒരു ശീതോത്ഭവം ദോഷചയം വസന്തേ, തണുപ്പ് കാലത്ത് ഹേമന്തത്തിൽ ഉണ്ടായിട്ടുള്ള ദോഷങ്ങളുടെ ചയം, ദോഷങ്ങളുടെ ഒരു പുറപ്പെടല്.
അതിൻ്റെ ഒരു സ്വന്തം സ്ഥാനത്ത് നിന്ന് അടുത്ത സ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന് ക്ഷയം എന്ന് പറയും. പിന്നെ കോപനം, അത് കോപിക്കുന്നതിന്റെ മുമ്പ് തന്നെ, രോഗം വരുന്നതിന്റെ മുമ്പ് തന്നെ, ഇപ്പൊ തൊണ്ടവേദന കണ്ടാൽ തന്നെ അതിന് ചികിത്സിക്കുക. അത് പനിയായിട്ടോ ശ്വാസം മുട്ടായിട്ടോ പരിണമിക്കാനുള്ള ഇട കൊടുക്കാതിരിക്കുക എന്നർത്ഥം. അതുപോലെ തന്നെ ശീതകാലത്തുണ്ടാവുന്ന ദോഷങ്ങളുടെ ബുദ്ധിമുട്ടുകള് വസന്തത്തിൽ നമ്മൾ കളയണം. ഗ്രീഷ്മത്തിൽ ഉണ്ടാവുന്ന ദോഷങ്ങളുടെ കോപങ്ങള് ബുദ്ധിമുട്ടുകള് വർഷ ഋതുവില് ശോധിച്ചു കളയണം. ശോധനം ഒരു ഔഷധമാണ്. ശോധനം ശമനം ചെയ്തി സമാസാദ് ഔഷധം ദിധ എന്ന് ഒന്നാധ്യായത്തിൽ പറയുന്നുണ്ട്. ശോധനം എന്നും ശമനം എന്നും രണ്ട് ഔഷധങ്ങൾ. അപ്പൊ അതിന് ശോധിപ്പിച്ച് കളയണം. അത് വർദ്ധിച്ചാൽ ഘനാത്തേ വാർഷികമാശു സമ്യക് പ്രാപ്നോതി രോഗാൻ ജാതു ശീതോത്ഭവം ദോഷചയം വസന്തേ വിശോധേൻ ഗ്രീഷ്മജമഭ്രകാലെ ഘനാത്യേ വാർഷികമാശു സമ്യക് പ്രാപ്നോതി രോഗാൻ ജാതു. ഋതുജന്യങ്ങളായിട്ട് രോഗങ്ങള് വരാതിരിക്കാനാണ് ഈ ശോധന ചികിത്സ പറയുന്നത്. ശോധന ചികിത്സ എന്ന് പറഞ്ഞെങ്കിൽ അതില് പഞ്ചകർമ്മൊക്കെ അതിൽ വരും. പഞ്ചകർമ്മ ചികിത്സകള് പ്രസക്തി കാലാവസ്ഥാജന്യമായിട്ട് രോഗങ്ങൾ വരാതിരിക്കാനും നമ്മുടെ പ്രതിരോധശേഷി കൂട്ടാനും വേണ്ടിയാണ്. അഥവാ വന്നാൽ തന്നെ അതിനെ കഴുകിക്കളയാൻ, ശോധിപ്പിച്ച് കളയാൻ. വസ്തി വിരേചനം വമനം ഒക്കെ. വസ്തി ചെയ്യുക, വിരേചനം ചെയ്യുക, വമനം ചെയ്യുക. നിരൂഹോ വമനം ഗായ ശിരോര അസ്രവിശ്വ എന്നും പറയുന്നുണ്ട്. പഞ്ചകർമ്മങ്ങൾ ചെയ്ത് കാലാവസ്ഥാജന്യമായിട്ട് രോഗങ്ങൾ ഒഴിവാക്കി കളയുക. ഇവിടെ കേരളത്തില് ഈ കർക്കിടക മാസ ചികിത്സയുണ്ട് മഴക്കാലത്ത്. അത് ഗ്രീഷ്മജമായിട്ടുള്ളതിനെ ശോധിപ്പിക്കാനുള്ള അവസരമായിട്ട് കണക്കാക്കും. വിശോധയൻ ഗ്രീഷ്മജം അഭ്രകാലം. കർക്കിടക മാസം പറഞ്ഞാൽ ഫുൾ മഴയാണല്ലോ. അത് അഭ്രകാലത്തില് ശോധിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ ശോധന ചികിത്സയ്ക്ക് ഏറ്റവും കൃത്യമായ സമയം, ശാസ്ത്രോക്തമായ സമയം മഴക്കാലം തന്നെ. മഴക്കാല ചികിത്സകൾ ചെയ്യാം ഒരു പ്രാവശ്യമെങ്കിലും. ഓരോ ഋതുക്കളിലുമുള്ള ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു മനുഷ്യൻ ശോധന ചികിത്സ ഒന്ന് വയറിളക്കുക, സസ്യം ചെയ്യാം. വസ്തി വേണമെന്നില്ല, ഒന്ന് വയറിളക്കിയാലും മതി. ശോധനം ശമനത്യേവ വായോ പിത്താനലസ്യ എന്ന് 14 അധ്യായം പഠിക്കുമ്പോൾ പറഞ്ഞുതരാം. അപ്പൊ ശോധനം ശമനം തന്നെയാണ് വാതപിത്തങ്ങൾക്ക് പ്രത്യേകിച്ച്. അപ്പോ മഴക്കാലത്ത് നന്നായിട്ട് ഒന്ന് എണ്ണ വിരട്ടി വേർപ്പിച്ച് വിരേചനം ചെയ്യാം. അതുപോലെ മാത്രാവസ്ഥ വല്ലതും ചെയ്യും. ഛർദ്ദിപ്പിക്കണമെന്നില്ല. മൂക്കിൽ നസ്യം ചെയ്യുക. കഴിഞ്ഞു. ഒരു 6-7 ദിവസം മെനക്കെട്ടാൽ മതി. അപ്പോൾ നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂടും. കാലാവസ്ഥാജന്യമായിട്ട് രോഗങ്ങൾ വരില്ല, പ്രതിരോധ ശേഷി വരും. അപ്പോൾ ഈ സാംക്രമിക രോഗങ്ങൾ നമ്മളെ ആക്രമിക്കില്ല. ഇതൊരു അനവധി കാലമായിട്ട് കേരളത്തില് ചെയ്തു വരുന്ന കാര്യമാണ്. ഇപ്പൊ പണ്ട് കാലത്തൊക്കെ ഈ ആശുപത്രികൾ ഇല്ലാത്ത കാലത്തൊക്കെ വീടുകളിലൊക്കെ ഇത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ വലിയ സമ്പന്നരുടെ വീടൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു റൂം തന്നെ ഉണ്ട്, ഉഴിച്ചിൽ മുറി വരെ. അവിടെ ധാരപ്പാത്തി ഉണ്ടാവും, ഉഴിച്ചിൽ ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവും. എണ്ണ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക, അതിനുള്ള ഉരുളി സാമഗ്രികളെല്ലാം ഉണ്ടാവും. ചട്ടുക ഉരുളിയൊക്കെ ഉണ്ടാവും. അരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോ ഒരു എണ്ണ മൂപ്പിക്കാനടക്കം അറിയാത്ത ആൾക്കാരുടെ വീടുകളിലും അറിയില്ല. അപ്പൊ അത് അനുഭവമില്ല. പണ്ടൊക്കെ എങ്ങനെയാ വെച്ചാൽ വീടുകളില് അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മുടെ അച്ഛൻ്റെ ഒക്കെ സമയത്തും ഇവിടെയൊക്കെ വീടുകളില് ലേഹ്യം ഉണ്ടാക്കും, തൈലം ഉണ്ടാക്കും, നെയ്യ് കാച്ചും. കഷായങ്ങൾ പിന്നെ വീട്ടിൽ തന്നെയാണ് വെക്കുക. ഗുളികളെ ഇപ്പോ ഗർഭിണികൾക്കൊക്കെ പണ്ട് ധന്വന്തരം ഗുളിക അരച്ചു വെക്കും. അത് വീട്ടുകളിൽ അമ്മി ഉണ്ടാവും, മരുന്നമ്മി വേറെ ഉണ്ടാവും. അതിന് പ്രത്യേക സ്ഥലം ഉണ്ടാവും, നെല്ല് വെക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടാവും, അവിടെ വെക്കും.
നമ്മുടെ അച്ഛനൊക്കെ പറഞ്ഞാൽ ഈ അന്നത്തെ കാലത്ത് അവരുടെ സമകാലികന്മാരാണ് ഈ കുട്ടഞ്ചേരി മനുമൂസ്, ഇവരൊക്കെ ഒന്നിച്ച് പഠിച്ചവരാണ്, ഇവിടെയൊക്കെ ഒന്നിച്ച് പഠിച്ചവരാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കൂട്ടായ പഠനങ്ങൾ അത് മറ്റ് പഠിക്കാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക, അതൊക്കെ ഇപ്പൊ കുറവാ. അറിവ് പകർന്നു കൊടുക്കുന്ന സമ്പ്രദായം കുറവ്. അഥവാ പറഞ്ഞു കൊടുത്താൽ അനുസരിക്കില്ല. ഒപ്പം വലിയ അറിവുള്ള ആളെ കൊണ്ടും ഉണ്ടായിരിക്കും, വേറെ വല്ല അബദ്ധത്തിൽ ആയിപ്പോയിട്ട് അങ്ങനത്തെ ആൾക്കാരെ ഇപ്പൊ. അതിനുള്ള കാരണം നമ്മുടെ അജ്ഞതയാണ്, വിദ്യാഭ്യാസത്തിന്റെ വ്യത്യാസമാണ്. ഒരു ശാസ്ത്രം അനുശാസിക്കുന്ന രീതിയിൽ പഠിച്ചത് പ്രായോഗികമാക്കിയാൽ നമുക്ക് പ്രതിരോധശേഷി കൂട്ടാൻ പറ്റും, രോഗത്തിനെ ചെറുക്കാൻ പറ്റും എന്നുള്ള തെളിവാണ് ഈ ചര്യകളെല്ലാം നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പോഴത്തെ അത് മുൻകാലങ്ങളിൽ സാധിച്ചിരുന്നു, ഇപ്പൊ സാധിക്കില്ല എന്നാണ് അതിന് ഒരു വാദം കൊണ്ട്. ഇപ്പൊ അത് അസാധ്യമാണ്. ഇപ്പോഴത്തെ നമ്മുടെ ജീവിത ശൈലി മാറി, രീതികൾ മാറി, ഭക്ഷണക്രമം മാറി. മാറിയതല്ല, മാറ്റിയതാണ്, മനഃപൂർവ്വം മാറ്റിയതാണ്. അതിന് മാറുകയെന്നല്ല പറയാ, നമ്മളതിന് അടിമയായിരുന്നു. എല്ലാം നല്ലത് തന്നെയാണ്, പക്ഷെ അമിതമായാൽ അമൃതും വിഷമാണല്ലോ. അപ്പൊ നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ്, വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിഞ്ഞ് നല്ലതിനെ സ്വീകരിച്ച് ചീത്തയെ ത്യജിക്കുക. അപ്പോ തമാശക്ക് പറയും, നമ്മൾ കരിമ്പ് ജ്യൂസ് കുടിക്കുമ്പോൾ അതിന് ചണ്ടി നിരുതെന്ന്. നല്ല സ്വീകരിക്കുക, ചീത്ത കളയുക. ആ ശീലം ഡെവലപ്പ് ചെയ്താൽ മതി. രോഗാനുൽപാദനീയം എന്നുള്ള 3-ാം അധ്യായം ആണ്. അത് നമ്മൾക്കിപ്പോൾ ഈ വേഗങ്ങളെ പറയും. വേഗോന്നധാരിയ വാദവിന്മൂത്ര ക്ഷവത്രക്ഷുധാം നിദ്രാകാശ ശ്രമശ്വാസം ജൃംബാശ്രു ഛർദിരേതസാം. വാദവിന്മൂത്രങ്ങൾ, അധോ വായു, ഊർധ്വവായു, മൂത്രങ്ങള്, മലം, തുമ്മല്, വിശപ്പ്, ദാഹം, നിദ്ര, കാസം, ജൃംബ, അശ്രു, കണ്ണുനീര്, ഛർദി, രേതസിന്റെ പ്രവൃത്തി, രജപ്രവൃത്തി, ഈ അന്ത്യധാതുവിലേക്ക് പ്രവൃത്തി അല്ലെങ്കിൽ ഓവുലേഷൻ എന്ന് പറയും. ഇതൊന്നും നമുക്ക് തടുക്കാൻ പാടില്ല. ഇപ്പൊ അതിനൊക്കെ തടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാര്. അധോവായു വന്നാൽ അത് നാണക്കടാണ് കൊണ്ട് കീഴ്ശ്വാസം വിടാതെ പിടിച്ചു നിൽക്കും. അതുകൊണ്ട് ഉണ്ടാവുന്ന രോഗം എന്താ? രോധം കൊണ്ട്. അധോവാദസ്യരോധേന ഉന്മൂതാവർത്തരുക്രമ വാദമൂത്ര ശകൃത്സംഗ ദൃഷ്ട്യഗ്നിവധഹൃദ്ഗത. ഉന്മം, ഉന്മം എന്ന് പറഞ്ഞാൽ ഹൃന്നാഭ്യോരന്തരേ ഗ്രന്ഥി സഞ്ചാരി എരിവാചല വൃത്തശ്ചയാപചയവൻ സഗുന്മ ഇതികീർത്തിതാണ്. ഹൃദയത്തിനും നാവിക്കും ഇടയ്ക്കുള്ള ഗ്രന്ഥിയാണ്. അത് വൃത്തത്തിലോ ചയം ഉണ്ടാക്കുന്നതോ അപചയം ഉണ്ടാക്കുന്നതോ ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കുന്നതോ സഞ്ചരിക്കുന്നതുമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം ഉണ്ടാക്കുന്നത്, വേദന ഉണ്ടാക്കും. അതിനെ ഗുൽമം എന്ന് പറയും. സഞ്ചാരി യജുവാചല വൃത്തശ്ചയാപചയവൻ സഗുന്മ ഇതികീർത്തി. ചിലപ്പോൾ ഇല്ലാണ്ടാവും, ചിലപ്പോൾ കുറയ്ക്കും, കൂട്ടും, അങ്ങനെയൊക്കെ. അതാണ് ഗുൽമം എന്ന് പറയുന്നത്. അത് വാദ കോപം കൊണ്ടാണ് ജാസ്തി ഉണ്ടാകുന്നത്. അപ്പോ അധോ വായുവിനെ രോധിക്കുന്നത് കൊണ്ട് കീഴ്ശ്വാസം വിടാതെ ഇരുന്നാൽ, പിടിച്ചു നിർത്തിയാൽ ഗുന്മ ഉണ്ടാവും. പിന്നെ ഉദാവർത്തം എന്ന രോഗമുണ്ട്. അത് വളരെ ബുദ്ധിമുട്ടുള്ള. ഉദൂർദ്ധം വാദവിന്മൂത്രാദീനം ഭ്രമണം യസ്മിൻ രോഗേ സ ഉദാവർത്ത. വാദവിന്മൂത്രാദികൾ, ഇപ്പൊ മലൊക്കെ വായക്കൂടെ വരികയാണെങ്കിൽ എന്താ ചെയ്യുക? മൂത്രങ്ങളൊക്കെ മേൽപോട്ടുള്ള ഗതി വന്ന് എന്ത് ചെയ്യും? അത്തരം അവസ്ഥയാണ്, മാരകമായ അവസ്ഥയാണ്. രുക്ക്, ദേഹം മുഴുവൻ വേദന, ക്ലമം, തളർച്ച, പാദത്തിന്റെ പ്രവൃത്തിക്ക് ബുദ്ധിമുട്ട് വരും, മൂത്രത്രസം ഉണ്ടാവുക, മലബന്ധം ഉണ്ടാവും. മലബന്ധം പറഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും.
ദൃഷ്ടിക്ക് അസുഖങ്ങൾ വരാം, ദൃഷ്ടി അഗ്നിവധം, ജഠരാഗ്നിക്ക് ബുദ്ധിമുട്ട് വരാം, ദഹനശേഷി കുറയാം, ഹൃദ്രോഗം ഉണ്ടാകും. ഇതൊക്കെ ഈ അധോവാതത്തെ തടുക്കുന്നതുകൊണ്ടുണ്ടാവുന്നതാണ്. അധോവാതസ്യരോധേന ഉന്മോദാവർത്തരുക്ലമ വാതമൂത്ര സകൃത്സംഗ ദൃഷ്ട്യഗ്നിവധഹൃദ്ഗത. അപ്പൊ ഒരു അധോവായുവിനെ തടുക്കുന്നതുകൊണ്ടുണ്ടാവുന്ന രോഗങ്ങളാണ് ഈ പറഞ്ഞത്. കേട്ടാരും പേടിക്കണ്ട, തടുക്കാതിരുന്നാൽ മതി. അതിനൊരു ലജ്ജ കൂടാതെ ആ പുറത്ത് പോകേണ്ട സമയത്ത് പുറത്ത് വിടുക. ശബ്ദം ഉണ്ടാവില്ല, അപ്പൊ ആൾക്കാർ ചിരിക്കും. അങ്ങനെ ചിരിക്കാണ്ടി പരിഹസിക്കാണ്ടി ഇരിക്കുക, അതായത് മാർഗമുള്ളൂ. അപ്പൊ അങ്ങനത്തെ മറ്റു വേഗങ്ങൾ, വിശപ്പ്, ദാഹം, മലം, മൂത്രം ഇതൊക്കെ തടുക്കാൻ പാടില്ല. അതിൻ്റെ ഇനി ഓരോ ഒന്നിച്ചൊറ്റ അടിക്ക് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, കൺഫ്യൂഷൻ ആവും. ഇപ്പൊ അധോവാദത്തിന് മാത്രം എന്ന് പറയാ, അധോവാദസ്കരോധേന ദുർമോദാവർത്തരുക്രമ വാദമൂത്ര ശകട് സംഘം ദൃഷ്ട്യഗ്നിവധഗത. ഇന്നിപ്പോ ഇത്രയും പഠിച്ചാൽ മതി തോന്നുന്നു. ഒന്നിച്ചാകുമ്പോൾ നമുക്ക് കൊക്കിലൊതുങ്ങാതെ കൊട്ടാവും, കൺഫ്യൂഷൻ ആവും. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആവാം. ആർക്കെങ്കിലും വല്ല ശങ്കകളോ അതിന് വല്ലൊരു സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഈ ക്ഷീണത്തിന് എന്താ ഒരു കൂടെ ക്ഷീണം പകലെ തോന്നുന്നു വയസ്സായതിന്റെ, അതിന് എന്താ പ്രതിവിധി? ക്ഷീണത്തിന് ഷുഗർ ഒന്നുമില്ലല്ലോ. ഇല്ല. അപ്പൊ ദ്രാക്ഷ കഴിക്കുക. ദ്രാക്ഷ, ഉരുള മുന്തിരി ഉപയോഗിക്കുക. പിന്നെ ഷുഗർ ഉണ്ടെങ്കിൽ പാടില്ല. രണ്ടു നേരം കുളിക്കുക തണുത്ത വെള്ളത്തിൽ. എണ്ണ തേച്ച് കുളിക്കുക. തലയിലും മേലൊക്കെ എണ്ണ തേച്ച് കുളിക്കുക. കാലിന്റെ അടിയിൽ എണ്ണ തേച്ച് കുളിക്കുക. എണ്ണ വെച്ചാൽ അരമണിക്കൂർ ഇരിക്കുക, എന്നിട്ട് കുളിക്കുക. പിന്നെ നമ്മള് കുറച്ച് ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക. കഞ്ഞി മുതലാതെ ഉപയോഗിക്കുക. പിന്നെ പാല്, നല്ല പാല് കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കാം. രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ കുറച്ച് ഒരു സ്പൂണെങ്കിലും നെയ്യ് ചേർക്കുക. പശു നെയ്യ് ചേർക്കുക. എന്നാൽ ക്ഷീണം കുറയും. പാൽ ഉപയോഗിച്ചാലും ക്ഷീണം കുറയും. ദ്രാക്ഷ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാല്, ദ്രാക്ഷ ഫലോത്തമ വൃഷ്യ ചക്ഷുഷ്യ സൃഷ്ടമൂത്രവിട്ട്. മലമൂത്ര പ്രവൃത്തി കറക്റ്റാക്കും ദ്രാക്ഷ കൊണ്ട്. കണ്ണിന് നല്ലതാണ്. വൃഷ്യമാണ്. വൃഷ്യം എന്നാൽ പറഞ്ഞ എന്താ വെച്ചാൽ യത്കിഞ്ചിത് മധുരം സ്നിഗ്ധം ബൃംഹണം ബലവർദ്ധനം മനസ്സോ ഹർഷണം യശ്ച തൽസർവം വൃഷ്യമുച്ചത്. മധുര സ്നിഗ്ധമായിട്ടുള്ളത്, തടി കൂട്ടുന്നത്, തടിപ്പ്, ബൃംഹണമായിട്ടുള്ളത്, ശോഷണം വരാത്തത്, ബലം മനസ്സോ ഹർഷണം, മനസ്സ് സന്തോഷം ഉണ്ടാക്കുന്നത്, ഇതെല്ലാം വൃഷ്യമാണ്. ദ്രാക്ഷയ്ക്ക് ഈ വൃഷ്യം എന്നുള്ള ഗുണമുണ്ട്. സ്നാനത്തിനും വൃഷ്യം എന്നുള്ള ജീവനം വൃഷ്യം ആയുഷ്യം സ്നാനമൂർജാ ബലപ്രദം കണ്ടു മലശ്രമസ്ഥയുടെ തന്ത്രാത്ര ദാഹ പാപ്മജിത്. ദ്രാക്ഷയ്ക്കും സ്നാനത്തിനും ഈ വൃക്ഷഗുണമുണ്ട്. അപ്പൊ രണ്ടും ഉപയോഗിക്കുക. കുളി കഴിഞ്ഞ് നമ്മൾ ഭക്ഷണത്തിന്റെ ഒപ്പം ദ്രാക്ഷ ഉപയോഗിക്കുക. അത് ധാരാളം മതി. എണ്ണ തേച്ച് കുളിക്കണം ദിവസവും. അതിന്റെ അടിയിലും തലയിലും ചെവിയിലൊക്കെ എണ്ണ തേച്ച് കുളിക്കുക. അപ്പോ കണ്ണിനൊക്കെ സുഖം കിട്ടും, കാഴ്ചശക്തി കൂടും, ക്ഷീണം വിടും. ഇപ്പൊ ഒരു നല്ലെണ്ണ ആയാലോ അല്ലെങ്കിൽ ഇപ്പോ ഒരു ധന്വന്തരം തൈലോ കുഴമ്പോ ആയാലും കുഴപ്പമില്ല, അദ്ദേഹത്തെ കിട്ടുമെങ്കിൽ. തലയിൽ വല്ല ക്ഷീരബലം, പ്രായമുള്ള ആൾക്കാർക്ക് ക്ഷീരബലം തലയ്ക്ക്, ക്ഷീരബല തൈലം ആവർത്തിയാണെങ്കിലും കുഴപ്പമില്ല. തലയ്ക്ക് ക്ഷീരബല, അദ്ദേഹത്തെ ധന്വന്തരം തൈലം പുരട്ടി ദിവസേന ഒരു തലോടി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് കുളിക്കുക. തലയിൽ തണുത്ത വെള്ളം, ദേഹത്ത് വേണമെങ്കിൽ തണുപ്പ് കാരണം ഇളം ചൂടുള്ള വെള്ളം ആവാം. എന്നിട്ട് ഭക്ഷണത്തിനൊപ്പം ദ്രാക്ഷ ഉപയോഗിക്കും. എരിവും പുളിയെ കുറയ്ക്കും. അങ്ങനെ വന്നാല് ക്ഷീണം വിടും. എന്നിട്ടും മാറിയില്ലെങ്കിൽ അതിനുള്ള ഔഷധങ്ങൾ ഉപയോഗിക്കണം. വല്ല ചന്ദ്രപ്രഭാവടി അല്ലെങ്കിൽ വല്ല അരിഷ്ടാസവങ്ങൾ, ഹിന്ദുകാന്തം കഷായം, കല്യാണകം കഷായം,
ബലാരിഷ്ടം, അശ്വഗന്ധാരിഷ്ടം, ലോഹാസവും, ദ്രാക്ഷാരിഷ്ടം, അങ്ങനെ അനവധി ഔഷധങ്ങളുണ്ട്. കല്യാണങ്ങളും ചോനപ്രാശം, ഇതൊക്കെ ഇതിനുള്ള ക്ഷീണം വിടാനുള്ള ഔഷധങ്ങളാണ്. അശ്വഗന്ധരസായനം, അമൃതപ്രാശം, ബ്രഹ്മരസായനം, നാരസിംഹരസായനം, അനവധി രസായനം. ഒരു പഞ്ഞമില്ല മരുന്നുകൾക്ക്. ചോനപ്രാശമാണ് കുറച്ചുകൂടി നല്ലതാണ്. വെരി ഗുഡ്. ബ്രഹ്മരസായനമൊക്കെ കുറച്ച് നല്ലതാണ്. ഇത്രയും ശീലിച്ചാൽ നമുക്ക് എൻ്റെ യോഗ്യമായത്, ലഭ്യമായത് ഉപയോഗിക്കാം. ദ്രാക്ഷ എല്ലാ ഭാഗത്തും കിട്ടുന്നതാണല്ലോ. അത് ചെയ്ത് നോക്കൂ. ഒരാഴ്ച കൊണ്ട് ക്ഷീണം. വളരെ നന്ദി ഡോക്ടർജി, വളരെ വളരെ നന്ദി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒരു സംശയം ഡോക്ടറെ, ഈ ഇന്ദുകാന്തം പറഞ്ഞിരുന്നു, അതുപോലെ ധന്വന്തരം ഗുളിക പറഞ്ഞിരുന്നു. അത് ധന്വന്തരം ഗുളികയായിട്ട് കഴിക്കാമല്ലോ അല്ലെ? അത് എപ്പോഴാ ഡെയിലി കഴിക്കേണ്ടത്? ആഹാരത്തിന് മുമ്പോ ശേഷമാണോ? ധന്വന്തരം ശ്വാസം മുട്ട, കാസമൊക്കെ ഉള്ള ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ ഗർഭിണികൾ ഉപയോഗിക്കും വാതാനുലോമത്തിന് വേണ്ടിയിട്ട്. നിത്യോപയോഗ വസ്തു അല്ല, ഓക്കെ. രോഗാവസ്ഥയിൽ ഉപയോഗിക്കുന്നതാണ്. ഇന്ദുകാന്തം കഷായം അങ്ങനെയല്ല, ബലം ക്ഷയിക്കുമ്പോൾ ബലത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഉപയോഗിക്കും. വാതാമയ ക്ഷയ മഹോദര ഗുന്മശൂല നിമ്നോന്നതജ്വരഹരം ബലവർദ്ധനം ച, ബലം വർദ്ധിപ്പിക്കുന്നതാണ്. അതിന് നെയ്യ്, എന്തുകൊണ്ട് നെയ്യ് കഴിച്ചാലും മതി, കഷായം കഴിച്ചാലും മതി. പൂതീകതാല കഷായ സിദ്ധം സക്ഷീര ഷഡ്ഫലയുതം ഇന്ദുകാന്തം വാതാമയ ക്ഷയ മഹോദര ഗുന്മശൂല നിമ്നോന്നതജ്വരഹരം ബലവർദ്ധനം ച. ജ്വരത്തിന് ഉപയോഗിക്കും. ഇപ്പൊ ഈ കൊറോണയൊക്കെ വരാതിരിക്കാൻ ഇന്ദുകാന്തം നിത്യം ഉപയോഗിച്ചാൽ മതി. കഷായമായിട്ടോ നെയ്യായിട്ടോ ഉപയോഗിക്കാം. രോഗം ഇല്ലാത്ത ആൾക്കാർ ഇന്ദുകാന്തം കഷായം ഉപയോഗിക്കാം, നെയ്യ് ഉപയോഗിക്കാം. ഇത് ആഹാരത്തിന് മുമ്പാണോ ആഹാരത്തിന് ശേഷമാണോ ഉപയോഗിക്കേണ്ടത്, അതോ കൂടെയോ? വെറും വയറ്റിൽ ഉപയോഗിക്കാം. ഭക്ഷണത്തിന് മുമ്പായിട്ട്. ഭക്ഷണത്തിന് മുമ്പായിട്ട് ഉപയോഗിച്ചാൽ അപാനൊക്കെ ഗുണം ചെയ്യും. ഭക്ഷണത്തിന് മുമ്പായിട്ട് ദഹനശേഷി കൂട്ടും ചെയ്യും. വാതാമയങ്ങളൊന്നും ഉണ്ടാവില്ല, ക്ഷയം ഉണ്ടാവില്ല, മഹോദരം ഉണ്ടാവില്ല, ഗുന്മം ഉണ്ടാവില്ല, ശൂലവേദന ഉണ്ടാവില്ല, ദേഹവേദന ഉണ്ടാവില്ല. നിമ്നോന്നത ജ്വരഹരം, വിടുക, പനിക്കുക, പിന്നെയും കുറയാൻ, തനിയെ വരിക പോകാനുള്ള പനി ഉണ്ടല്ലോ, നിമ്നോന്നതമായിട്ടുള്ള ജ്വരം, അത് ഉണ്ടാവില്ല. ബലം വർദ്ധിക്കും, ദേഹത്തിന്റെ ബലം കൂട്ടും, ഇമ്മ്യൂണിറ്റി കൂട്ടും. സഹജമായിട്ടും കാലജമായിട്ടും യുക്തികൃതമായിട്ടുള്ള ഒക്കെ ബലം കൂട്ടും. യുക്തികൃത ബലം കൂട്ടാനുള്ളത്. ദേഹബലം മൂന്നത്തിന് സഹജം, കാലജം, യുക്തികൃതം, ദേഹബലം ത്രിധ. അപ്പൊ ഈ കഷായം സേവിച്ചാൽ യുക്തികൃതമായിട്ടുള്ള പ്രയോഗമാണത്. അത് ദേഹബലം വർദ്ധിപ്പിക്കും. ബലം ഹലം ദോഷഹരം എന്നൊക്കെ പറഞ്ഞു. എന്ത് കഷായം എന്നാണ് പറഞ്ഞത്? കഷായം ഇന്ദുകാന്തം. സിമ്പിളാണ്. ഇന്ദു പറഞ്ഞ ചന്ദ്രൻ, ചന്ദ്രന്റെ കാന്തി ഉണ്ടാവുന്ന പറയും. ഇന്ദുകാന്ത കഷായം, ഇന്ദുകാന്തം നെയ്യും ഉപയോഗിക്കും. രോഗമില്ലാത്തവരും പത്രത്തിലും ക്ഷീണം വരുമ്പോൾ കുറേശ്ശെ കൊല്ലത്തിൽ 1-2 പ്രാവശ്യം ഉപയോഗിക്കുന്നതല്ല. 1 ടീസ്പൂൺ നെയ്യ് കഴിക്കുക, മീതാനുപാനമായിട്ട് അതിന്റെ കഷായം കുടിക്കുക. നല്ലതാണ്. അതില് ദേവദാനം, ആവിൾത്തോല്, ദശമൂലം, ഇതിന്റെ കഷായങ്ങൾ, ക്ഷീരം, ഷഡ്ഫലം, പിപ്പലി മൂലം, ചവ്യചിത്രകനാഗരം, പഞ്ചകോലം വരുന്നതാണ്. അപ്പൊ ദഹനശേഷി കൂട്ടും. യവക്ഷാറുണ്ട്, അപ്പൊ ഷഡ്ഫലായി. അപ്പൊ അസിഡിറ്റി ഉണ്ടാവില്ല, ഗ്യാസ് ഒന്നും ഉണ്ടാവില്ല. അതാണ്. ഡോക്ടർ, ഈ ചവനപ്രാശം എപ്പോഴാ കഴിക്കേണ്ടത്? ഭക്ഷണത്തിന് മുമ്പാണോ അതോ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷമാണോ? മുമ്പ് കഴിക്കാം. ഭക്ഷണം അത് കഴിഞ്ഞ് അരമണിക്കൂർ പകൽ സമയത്താ കഴിക്കേണ്ടത് അതോ സന്ധ്യ സമയമുണ്ടോ? സമയമുണ്ട്. ഓരോ സമയത്തും പ്രത്യേക ഗുണങ്ങളാണ്. സാധാരണ ആൾക്കാർ രാത്രി അത്താഴപ്പുറമേ കഴിക്കുക, അപ്പോൾ ബുദ്ധിമുട്ടൊന്നും വരില്ല. കുറേശ്ശെ കഴിക്കാൻ, പാല് കുടിക്കുക. അല്ലെങ്കിൽ രാവിലെ ഭക്ഷണശേഷം കഴിച്ചിട്ട് കുറച്ച് പാല് കുടിച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക. രാവിലെ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുക. രാവിലെ ഭക്ഷണശേഷം കഴിക്കുകയാണെങ്കിൽ കഴിഞ്ഞിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുക. അത് രോഗിയുടെ അവസ്ഥാനുവിധാനമായിട്ടുള്ള പ്രയോഗമാണ്. എല്ലാവർക്കും ഒരേ സമയം ആയിക്കോളുന്നില്ല. പൊതുവെ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ
രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കാൻ മീതെ കുറച്ച് പാല് കുടിക്കുക. അത് എല്ലാവർക്കും ആവാം. അതാണ് ഒരു യോഗ്യമായ സമയം തോന്നുന്നു. രാത്രി കിടക്കാൻ നേരത്ത് അത്താഴപ്പുറം പഥ്യങ്ങളും കാര്യമായിട്ട് വരില്ല. അത് ചുരുങ്ങിയ ഡോസിൽ കഴിക്കാം. അത് ഉത്തമ പ്രാദേശികമായിട്ട് സ്വീകരിക്കണം. വീട്ടിലിത് കഴിക്കാൻ പിന്നെ പ്രത്യേകം കുടി വേണം. രസായന പ്രയോഗം 2 തരത്തിലാണ്. ഒന്ന് വാതാതപികമെന്നും കുടിപ്രാവേശികമെന്നും. കുടിപ്രാവേശിക വിധി പ്രകാരം കഴിക്കാനാണ് പ്രത്യേക നിയമങ്ങളുള്ളത്. വാതാതപികമായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ നിയമം ഇല്ലാണ്ട് കഴിക്കാം. അത് പഥ്യം ഇല്ലാണ്ട് കഴിക്കാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. രാത്രി കിടക്കാറാകുമ്പോൾ കഴിച്ചാൽ ഒരു പ്രശ്നമില്ല. ഡോക്ടറെ, ഒരു സംശയം ചോദിക്കേണ്ടത്, നമ്മുടെ ഈ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ഇപ്പൊ ദഹനക്കുറവ് അല്ലെങ്കിൽ ദഹനക്കേട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇത് ഒഴിവാക്കാൻ വേണ്ടി ജനറൽ ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുറച്ചൊന്ന് കൺട്രോൾ ചെയ്താൽ എന്തൊക്കെ അത് ദഹനത്തെ നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും എന്നുള്ളത്? കൂട്ടാൻ വേണ്ടി ഇഞ്ചി ചുക്കൊക്കെ ഉപയോഗിക്കാം. ചട്നിയായിട്ട്, സമ്മന്തിയായിട്ട്, അച്ചാറ് പോലെയൊക്കെ ഇഞ്ചി ഉപയോഗിക്കാം. കുറച്ച് മോര് ഉപയോഗിക്കാം, അതിന് പുളിയില്ലാത്ത മോര്. പിന്നെ ഭക്ഷണത്തിന്റെ അളവ് നമ്മൾ സ്റ്റൊമക്കിന്റെ പകുതിയെ പാടും. ആഹാരത്തിന്റെ അളവ് കുറയ്ക്കുക. ഒരു വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇതാണ് ഒരു പരമപ്രധാനമായിട്ടുള്ളത്. പിന്നെ അതിന്റെ കൂടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഇഞ്ചി പറഞ്ഞല്ലോ, പിന്നെ ചെറിയ വല്ല അച്ചാറുകൾ ഉപയോഗിച്ചാൽ ദഹനശേഷി കൂടും. പുളിപ്പ് രസം കഴിച്ചാൽ കൂടും. അപ്പോൾ നെല്ലിക്ക, ഈ നാരങ്ങ, വടുകപ്പുളി, ചെറുനാരങ്ങ ഒക്കെ കഴിച്ചാൽ ദഹനശേഷി കൂടും. പുളിപ്പ് രസമുള്ളത് കഴിച്ചാലും കൂടും. വാളംപുളി ആയാലും മറ്റേ കുടംപുളി ആയാലും കഴിച്ചതിന് ദഹനശേഷി കൂടും, രുചിയും കൂടും. പക്ഷെ അതിന് അഡിക്റ്റ് ആവാൻ പാടില്ല. ഇത്രേ ശ്രദ്ധിക്കാറുള്ളൂ. അല്ലാതെ ഏറ്റവും പുളി കംപ്ലീറ്റ് ഒഴിവാക്കി ജീവിക്കാനൊന്നും സാധ്യമാവില്ല. ഓക്കെ, താങ്ക് യു. ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് മോര് ഇതുപോലെ ഇഞ്ചി ഒക്കെ ഇട്ട് കഴിച്ചാൽ അത് നല്ലതാണോ? നല്ലതാണ്, വളരെ നല്ലതാണ്. സാധാരണഗതിയിൽ ഇഞ്ചിയും മോരും ചേർത്ത് ഉപയോഗിക്കും. നല്ല കട്ടിയുള്ള മോരോ അല്ലെങ്കിൽ തൈരോ, ഇഞ്ചിത്തൈര് ഉപയോഗിക്കും. 1000 പേർക്ക് ഫലം ചെയ്യാം ഇഞ്ചിത്തൈര്. ഇഞ്ചി അരച്ച്, നാളികേരം അരച്ചാൽ ഇഞ്ചി ഇട്ട് അതിൽ തൈര് ഒഴിച്ചിട്ട് വറവിടുക, ഉപ്പിടുക, വറവിടുക. അതിന് ഇഞ്ചിത്തൈര് എന്ന് വേണമെങ്കിൽ ഒരു മുളക് ഇടാം, ചുവന്ന മുളക് പോലെ ഇടാം. ഇട്ടില്ലേലും കുഴപ്പമില്ല, ഭംഗിക്ക്. ഇഞ്ചിത്തൈര് പറയും 1000 കറിക്ക് തുല്യമാണ്. 1000 കറി തുല്യമാണ് ഇഞ്ചിത്തൈര്. കാരണം ദഹനശേഷി ഉണ്ടാക്കും, ഒരു അബ്സോർപ്ഷൻ ശരിക്കും നടക്കും, മറ്റ് പാർശ്വഫലങ്ങളൊന്നും തന്നെ ഇല്ല. നല്ല വിശപ്പുണ്ടാവും. സാധാരണഗതിയിൽ ഒരു 2 മണിക്കൂർ കൊണ്ട് വിശക്കുന്നത് ഒരു 1.5 മണിക്കൂർ കൊണ്ട് വിശക്കും. അത് നിത്യം ഉപയോഗിക്കാതെ എപ്പോഴെങ്കിലും മാസത്തിലൊരിക്കലും 2 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കാം. ഒബിസിറ്റി വരും. അധികമായാൽ അമൃതം വിഷമാണ്. അത് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക്സ് ലോട്ട്.